ഇവിടുന്ന് അധികം ദൂരെ അല്ലാത്ത സെയിന്റ് ആൽബർട്ട്സിലാണ് സാറ് പഠിച്ചത് എന്നാണ് അറിവ്. അപ്പോൾ പഴയ കാലത്തേക്ക്, പഴയ തേവര സീക്രട്ട് ഹാർട്സുമായിട്ടുള്ള ഒരു കണക്ഷനോ ആ സമയത്തെ ക്ലാസ്മേറ്റ്സോ ബാച്ച്മേറ്റ്സോ ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടുന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. തേവര കോളേജിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ സമകാലീനർ എന്നുള്ളതിനപ്പുറത്തേക്ക് തൊട്ട് ജൂനിയേഴ്സ് ദീപക് ഇവിടെയാണ്, ദീപക് ദേവ് ഇവിടെ പഠിച്ചത്. ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, ഒരു പെയിൻറ്റർ അല്ലേ, ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സാറുണ്ടായിരുന്നു. അതുപോലെ തിയേറ്റർ ഇവിടെ റിച്ച് ആയിരുന്നു. ആൽബർട്ട്സ് കോളേജും തിയേറ്ററും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും നല്ല റിച്ച് ആയിരുന്നു. നാടകത്തിന് നാഷണൽ ലെവലിലൊക്കെ പലവട്ടം ആൽബർട്ട്സിന് ഇതുണ്ടായിരുന്നു. ഒരിക്കൽ തേവര കോളേജ് ഞങ്ങൾ ഇത് ചെയ്തപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്ലേ ചെയ്ത ഓർമ്മയുണ്ട്, MG യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിൽ തേവര. അങ്ങനെ മ്യൂസീഷ്യൻസ് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ തേവര കുറച്ചും കൂടി പറഞ്ഞ പോലെ ഞങ്ങളുടെ ആൽബർട്ട്സ് കുറച്ച് നൊട്ടോറിയസ് ആയിരുന്നു ആ സമയത്ത്. അന്ന് മെൻസ് കോളേജായിരുന്നു. അന്ന് പെൺകുട്ടികളെ പോലും കാണാൻ കിട്ടാത്ത, മരുന്നിന് പോലും ഇല്ലാത്ത ഒരു കാലമായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഈ പെൺകുട്ടികൾ ഉള്ളത് കൊണ്ട് ചെയ്യാൻ മടിക്കുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ. പിന്നീട് ഇപ്പോൾ എഡ്യൂക്കേഷൻ വന്നു ആൽബർട്ട്സിൽ. ഇന്നാളൊരു പരിപാടിക്ക് ഇപ്പോൾ ഒരു 60-70% പെൺകുട്ടികളാണ് പഠിക്കുന്നത്. അപ്പം അന്ന് പക്ഷേ തേവര സീക്രട്ട് ആർട്സ് കുറച്ചും കൂടി ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു പഠിപ്പിസ്റ്റ് എന്ന് നമ്മൾ പണ്ട് പറയും. ഇപ്പോൾ എന്താണ് വേറെ വല്ല വാക്കുണ്ടോയെന്നറിയില്ല. പഠിപ്പിസ്റ്റുകൾ പഠിക്കുന്ന, കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു കോളേജായിരുന്നു തേവര. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം, റേഷ്യൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് തേവര കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്. നമ്മുടെ ഈ ടൈറ്റില് പുതിയ കാലം പുതിയ ഈണങ്ങൾ എന്നാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ആ കാലമാണല്ലോ പുതിയ കാലത്തെ അളക്കുന്നത് ആ സമയത്തെ ക്യാമ്പസിലെ പോപ്പുലർ ട്രാക്സ് വെച്ചാണ്. കോളേജ് പിള്ളേർ അല്ലെങ്കിൽ യുവാക്കളാണ് എപ്പോഴും ആ കാലഘട്ടം തീരുമാനിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ 2007 അറബിക്കഥ തൊട്ട് ഇങ്ങോട്ട് 2024 വരെ ഓരോ പുതിയ കാലത്തെയും പുതിയ ഈണങ്ങൾ ബിജ്പാൽ സാറിൻ്റെതായിരുന്നു. അറബിക്കഥ തിരുത്തുണ്ട്, അങ്ങനെയില്ല, അതൊക്കെ ഭംഗിവാക്കാണ്. കാരണം ഇത് ഈ പോസ്റ്റ് കോവിഡ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു വിപ്ലവ സ്വഭാവം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കാര്യം ശരി, പോസ്റ്റ് കോവിഡ് കുറേ ഞാനും ചെയ്തിട്ടുണ്ട്. കുറേ ഇപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണെങ്കിലും ഇപ്പോൾ വെള്ളം വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ വളരെ ഒരു കാഴ്ചയിലും കേൾവിയിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. വെർച്വൽ ഇൻഡസ്ട്രി കുറച്ചുകൂടി റിച്ചായി. അതായത് നമ്മൾ കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ ടാബുകളിലും മൊബൈൽ ഫോണുകളിലൊക്കെ നമ്മളുടെ ആസ്വാദനവും നമ്മളുടെ എക്സ്പ്ലോറേഷനും എല്ലാം ആശ്രയിച്ചത്. നമുക്ക് എവിടെയെങ്കിലും കാണണമെങ്കിൽ ഇതിലാണ് കാണുന്നത് അല്ലേ. മറ്റൊരു റിയലായിട്ടുള്ളൊരു ലോകം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ആസ്വാദനത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തെറ്റാകാം. അപ്പോൾ ഈ യൂട്യൂബ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സോങ് സ്ട്രീം ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ്, സ്പോട്ടിഫൈ ഉണ്ട്, അതുപോലെ ഒരുപാടുണ്ട്, ആപ്പിൾ മ്യൂസിക് ഉണ്ട്, ഐട്യൂൺസ്. അപ്പോൾ അത്തരം സ്പേസുകളിൽ ഉള്ള ആളുകളുടെ ആകർഷണം, കച്ചവട സാധ്യത. ഇപ്പോൾ അതിൽ ഒരു ദിവസം കൊണ്ട് 1 മില്യൺ കാണുക, 10 ദിവസം കൊണ്ട് 10 മില്യൺ അടിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ പബ്ലിഷറിൻ്റെ റവന്യൂ, അപ്പോൾ അതിന് അനുസരിച്ച് പാട്ടുകളുടെ ജോണേഴ്സ് വ്യത്യാസം വന്നു എന്ന് പറയാം. ഇപ്പോൾ അതിൽ ഇപ്പോൾ മാണിക്യച്ചിറകുള്ള എന്ന് പാട്ട് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 8 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഓർമ്മയില്ല, 13 അല്ലേ, 8-9 കൊല്ലമായിട്ട്. ഇപ്പോൾ 11 കൊല്ലം അല്ലേ, 11 കൊല്ലമായി. അപ്പോൾ ഇപ്പോൾ അത് പുതിയ പാട്ടാണെന്ന് പറഞ്ഞ് പാടുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അതിന് പുതുമയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോഴും ആ പാട്ടൊക്കെ 2 വരി പാടിയാൽ കയ്യടിയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ആ ഭാഷയും മാറി എന്നെനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു പരിഭവം, എൻ്റെ പേഴ്സണലായിട്ടുള്ള പരിഭവമാണ്.
നമ്മൾ ഒരു 20 മില്യൺ അടിക്കുന്നു, യൂട്യൂബിൽ കാണുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഹിറ്റാണെന്നാണല്ലോ പറയുന്നത്. ബട്ട് നമുക്കത് എല്ലാ പാട്ടും അല്ലെങ്കിലും പല പാട്ടുകളും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് മൂളാൻ ആ വരി ഏതാണെന്ന് ആ ഇതിലെ പാട്ടുണ്ടല്ലോ അത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല ചിലപ്പോൾ. ഓഫ് കോഴ്സ് പലരെയും ഇപ്പോൾ സുഷിൻ്റെയും ജസ്റ്റിൻ്റെയും വിഷ്ണുവിൻ്റെ ഒക്കെ പാട്ടുകൾ നമ്മൾ ആഘോഷിക്കും, പുതിയ കുട്ടികൾ ഒരുപാട് ആഘോഷിക്കുന്ന പാട്ടുകളുണ്ട്. പക്ഷേ ഈ ഫൺ മാത്രമാകുന്നൊരു കാലം മ്യൂസിക്കിലേക്ക് വന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതിൽ ഒരു 70% ഫൺ കഴിയുമ്പോൾ ഒരു 30% കുറച്ച് ഇമ്പമുള്ള പാട്ടുകൾ ഒക്കെ വന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെയും ഒക്കെ റവന്യൂവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്ലോ പോയ്സണിങ് എന്ന് പറയില്ലേ, പഴയ ഒരു സ്ലോ പോയ്സണാണ് പാട്ട്. അതിനുള്ളൊരു സ്ഥാനം ഇപ്പം ഇല്ല. പതുക്കെ കയറി ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മളുടെ ഒബ്സഷനായി മാറുന്ന പാട്ടുകളുടെ കാലം ഏറെക്കുറെ കഴിഞ്ഞു. ഇനി റീഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. സാറിന്റെ വിനയത്തോടു കൂടി പറഞ്ഞു അങ്ങനെ ഇല്ല പഴയ പാട്ടുകൾ അല്ല. പക്ഷെ ഇത് നമ്മളിവിടെ ശബ്ദവോട്ടോടു കൂടി ഇപ്പൊ നമുക്ക് തീരുമാനമാക്കാം. കാരണം ഇപ്പൊ തന്നെ സാറ് പറഞ്ഞു ഇവരിപ്പോ ഏറ്റുപാടിയ പാട്ട് 11 കൊല്ലം മുന്നത്തെ. 11 കൊല്ലം മുന്നേ ഇവിടെ ഉള്ളവരിൽ ടീച്ചേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും ചെറിയ കുട്ടികളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ പറയാം ഓരോ കാലഘട്ടത്തിലെ പാട്ടുകൾ അത് ഇന്ന് വരെ നിലനിന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കയ്യടിയിൽ നമുക്ക് സാറിനെ ഒന്ന് അറിയിച്ചു വെക്കാം. അപ്പോൾ ഞാൻ തെറ്റാണെങ്കിൽ നമുക്ക് എന്നെയും തിരുത്താലോ. ഓക്കെ. അപ്പൊ 2007 അറബിക് കഥ തിരികെ ഞാൻ കയ്യടിക്കുമല്ലോ. ഇല്ല, ബി ഓണസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാന്ന് തോന്നുന്നു ഇതേ. കാരണം ഇത് കയ്യടിക്കില്ലോ എനിക്കൊരു ടെൻഷനായി തുടങ്ങി. അല്ല നമ്മൾ ഓണസ്റ്റ് ആയിട്ട് ഇത് ഗ്രൗണ്ട് ഫ്ലോർ ടെസ്റ്റ് ആണ്, പാർലമെന്റിൽ പറയുന്ന പോലെ. ശരി, അതേ കൊല്ലം തന്നെയാണ്. പക്ഷെ യങ്സ്റ്റേഴ്സിന്റെ മറ്റൊരു സെക്ഷനെ കൈയടക്കിയതായിരുന്നു മിന്നാമിന്നി കൂട്ടത്തിലെ വി ആർ ഇൻ ലവ്. യെസ്, അറബിക്കഥയ്ക്ക് കയ്യടി കൂടുതലായിരുന്നു ആസ് ഓബ്വിയസ്. ഓക്കെ. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ചെമ്പാവ് പ്രേമിക്കുമ്പോൾ. സോ ഇത് 2007 നമ്മൾ പതിയെ 11ലേക്ക് വന്നു. ആൻഡ് ഇന്നും ന്യൂജൻ പാട്ടെന്ന് പലരും വിളിക്കുന്ന ഒരു പാട്ടാണ് വാനം നിലയാണ് ഡാത്തടിയ. പിന്നെ ഞാൻ ഒരു ലിസ്റ്റ് പറയാം, 3 അടുപ്പിച്ച് പറയാം. ആ ഒരു കാലഘട്ടത്തെ ഡിഫൈൻ ചെയ്ത സാറ് പറയുന്ന ഈ സ്ലോ പോയ്സൺ പാട്ടുകളായിരുന്നു. മാണിക്ക് ചിറകുള്ള മഴനില കുളിരുമായി കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതേപോലെ തന്നെ മലമേലെ തിരിവെച്ച്. അത് കഴിഞ്ഞ ഒരു നെക്സ്റ്റ് സെറ്റ് യങ്സ്റ്റേഴ്സിനെ, പക്ഷെ അഗൈൻ നിങ്ങൾക്ക് തൊട്ട് മുന്നേ എന്ന് പറയേണ്ടി വരും, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, കണ്ണിലെ പൊയ്കയിലെ, അതേപോലെ പൈപ്പിൻ ചോട്ടിലെ പ്രണയം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ആൽബം അടക്കമാണ് ഇപ്പൊ പറയുന്നത്. കാലത്തിന്റെ അല്ലെങ്കിൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ട്യൂൺസ് ആണ് സാറിന്റെ എന്നുള്ളതിന് ഞാൻ ഒരു പ്രൂഫ് അടക്കം ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ അത് സാധിക്കുന്നുവെന്ന്. ഇത് ഡാത്തടിയിലെ പാട്ടിന്റെ താഴെ ഒരു 6-7 കൊല്ലം മുന്നേ വന്ന ഒരു കമന്റ് ആണ് യൂട്യൂബിൽ കേട്ടോ. ദിസ് സോങ് വാസ് വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. 2 A ഉണ്ട് വേക്ക്. ദാറ്റ് ഇലക്ട്രിക് ഗിറ്റാർ സോളോ അലോങ് വിത്ത് ദ ക്യാമറ വർക്ക് വാസ് മാജിക്. ഇത് എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലും കേട്ടാൽ ഇത് ക്രെഡിറ്റ് കൂടി കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു പാർട്ട് ടൈം ഗുഡ് ഗൈ 728 എന്ന യൂട്യൂബ് ഹാൻഡിലിൽ നിന്നുള്ള ഒരു ടൈറ്റിലാണ്. ഈ പറഞ്ഞ പല പടങ്ങളിലും സാർ ആ ഒരു കാലഘട്ടത്തിൻ്റെതല്ലാതെ കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിച്ച് പല എക്സ്പെരിമെൻസും ചെയ്തിട്ടുണ്ട് എന്ന് കൂടുതൽ ഗഹനമായി സംഗീതത്തെക്കുറിച്ച് പറയുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് പ്ലാൻഡ് ആയിരുന്നു, അല്ല ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് തന്നെ ഇല്ല അത് ആ കാലത്തിന് വേണ്ടത് തന്നെ ആയിരുന്നു എന്ന രീതിയിലാണോ തോന്നൽ? കാലത്തിനനുസരിച്ചിട്ടാണോ അതോ ഹെഡാണോ ഈ പുറകിലാണോ എന്നുള്ളത് സത്യം പറഞ്ഞ് ചിന്തിക്കാറില്ല ചെയ്യുമ്പോൾ. കൺവെൻഷനലായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന പാറ്റേൺ ഓഫ് കോമ്പോസിഷൻസ് ബോധപൂർവം ചിലപ്പോൾ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇൻട്രാക്ഷൻസാണ് ഈ പറഞ്ഞ ലിസ്റ്റിലല്ലാതെ എണ്ണമറ്റ സോങ്ങുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, നമ്മൾക്ക് തരുന്ന സ്വാതന്ത്ര്യം, നമ്മളോട് ഉള്ള ഇതിൻ്റെ എന്താ പറയുക ആവശ്യകത അല്ലേ, ഡിമാൻഡ്, ഇതെന്താണ് ഈ പാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കേരള കഫേ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ടൈറ്റിൽ സോങ് അത് ചെയ്തപ്പോൾ രഞ്ജിത്തേട്ടൻ, ഡയറക്ടർ രഞ്ജിത്ത് പറഞ്ഞത് ബിജി എനിക്കൊരു ഹിറ്റ് പാട്ട് വേണ്ട എന്നാണ്. വേണ്ട, എനിക്കൊരു ഹിറ്റ് പാട്ട് വേണ്ട എന്നാണ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ സോ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് മറ്റൊരു കേൾവിക്ക് എന്നെ മാത്രം ഇഷ്ടപ്പെടുത്തുന്ന ഒരു പാട്ടായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്തപ്പോൾ ആഷിഖ് പറഞ്ഞത് ബിജി നമുക്ക്
ഹിറ്റാവോ ഇല്ലയോ എന്ന് നോക്കണ്ട. നമുക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യാം, വളരെ സ്വീറ്റ്. അത് നമുക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക് കൊണ്ടും ലിറിക് കൊണ്ടും നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും ഒരു നല്ല, നമ്മൾ പഴയ ബാബു രാജിൻ്റെയും ഒക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമോഷനില്ലേ, ഒരു 50 കൊല്ലം കഴിഞ്ഞ് കേട്ടാലും അതിൻ്റെ മ്യൂസിക്കാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഇതുണ്ടല്ലോ. ഇപ്പോൾ ചന്ദ്രബിംബം നെഞ്ചിലേന്തും പുള്ളിമാനെ നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ആ വെർബൽ ആയിട്ടുള്ള ഇത് അങ്ങ് അത്തരം പാട്ടുകൾ വേണം എന്നാണ് സോൾട്ട് ആൻഡ് പെപ്പറിൽ പറഞ്ഞത്. അപ്പോൾ അത്തരം ഡിസ്കഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. അതല്ല ചിലർ പറയും ഇപ്പോൾ ഒരു ഹിന്ദി, അവരുടെ മനസ്സിലൊരു ഹിന്ദിയോ തമിഴോ പാട്ടുകളുണ്ടാവും, അതുമായിട്ട് മീറ്റ് ചെയ്യാൻ നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോരേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള നമുക്കൊരു നെഗറ്റീവ് ഇമ്പൾസ് വരുമ്പോൾ നമുക്കത് ഭംഗിയാവില്ല. ചെയ്യും, പക്ഷെ ഭംഗിയാവില്ല. ഭംഗിയാവുന്ന ഇടങ്ങൾ ഇതൊക്കെയാണ്, സൗഹൃദത്തിൻ്റെയും ഇൻട്രാക്ഷൻ്റെയും മ്യൂസിക്കിനെ കുറിച്ചും അതിനപ്പുറത്തും ഒക്കെ ആളുകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഇത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻസ്, പൊളിറ്റിക്സ്, സൊസൈറ്റി, എല്ലാത്തിനെ കുറിച്ചും ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ വരുമ്പോൾ അതിനിടയിൽ എപ്പോഴോ ഈ പാട്ടിൻ്റെ ആശയം എപ്പോഴെങ്കിലും വരാം. ഇതൊക്കെ പാട്ടുമായിട്ട് സംബന്ധമായ സംസാരം ആയിരിക്കണമെന്നില്ല, പക്ഷെ നമ്മളുടെ മൊത്തത്തിലുള്ള ക്യാരക്ടറിനെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അത്തരം ചർച്ചകൾ രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റണം.